ഫോഗ് ലാമ്പിൽ അത് നടക്കുന്നില്ല. ഇൻഡിക്കേറ്റർ പക്ഷേ കാര്യമല്ല, ഒന്നും കാണില്ല. ഇതാണ് വയനാട്ടുകാരുടെ അവസ്ഥ. അങ്ങനെതാ നമ്മൾ ലോഡൊക്കെ കയറ്റി ദാർപ്പായ കെട്ടി ഞാൻ പുറത്തെത്തിയിട്ട് പമ്പിൽ നിന്ന് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭയങ്കര മോശം റോഡാണ്. അങ്ങനെ ലോഡൊക്കെ കയറ്റി നേരെ വയനാടേക്ക്. ഇപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് കാണിച്ചത് ഫുള്ള് മോശമാവും, റോഡ് മൊത്തം മോശമാണ്. പുറത്തെത്തിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ ലോഡ് ആയിട്ടുണ്ട്. നമ്മൾ നേരെ വയനാട് ഫുൾ ദാർപ്പായിട്ട് കെട്ടി ഫുൾ സെറ്റാണ്. നല്ല മഴയുണ്ട്. നേരെ വയനാട് പനമരം അങ്ങനെ എന്തോന്നാ പറഞ്ഞത്. പോയേക്കാം. അങ്ങനെതാ നമ്മൾ വയനാട് പോയോണ്ടിരിക്കണം. അപ്പം നിസ്കരിച്ചാനും വേണ്ടി നിർത്തിയേനി. വണ്ടി ഇതാ ഫുൾ ഓടാണ്. അങ്ങനെതാ നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. മുക്കം കഴിഞ്ഞ് ഓമശ്ശേരി കഴിഞ്ഞ് ഇനി താമശ്ശേരി ലക്ഷ്യം വെച്ച് ഇങ്ങനെ പോവാണ്. അങ്ങനെതാ നമ്മൾ കൂടത്തായി എത്തി. കൂടത്തായി അങ്ങനെതാ നമ്മളിങ്ങനെ പിന്നെ പോയോണ്ടിരിക്കാനാണ്. വയനാട് പനമരത്തേക്കാണ് ലോഡ്. അരീക്കോടുന്ന് നല്ല മഴന്. താമരശ്ശേരി ചുങ്കം. ഇനി ഇവിടുന്ന് റൈറ്റേക്ക് കയറി നേരെ വയനാട്. അങ്ങനെ നമ്മൾ താമരശ്ശേരി നിന്ന് വയനാട് റോഡ് തിരിഞ്ഞ് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. നല്ല മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യും. നല്ല മഴ പെയ്യുന്നുണ്ട്. മേലക്കൊക്കെ നല്ല മഴ ഉണ്ട് തോന്നുന്നുണ്ട്. സമയം ഇപ്പം 5 മണി ആയിട്ടുള്ളെങ്കിലും നല്ല ഇരുട്ടാണ്. അങ്ങനെതാ നമ്മൾ ഈങ്ങാപ്പുഴ. ഈങ്ങാപ്പുഴ നമുക്ക് കുഴപ്പമില്ലാത്തൊരു ബ്ലോക്ക് കിട്ടി. ഇപ്പോൾ തന്നെ മനസ്സിലാക്കാൻ ചുരത്തുമാനുള്ള ബ്ലോക്ക് ഉണ്ടാവും. ഇവിടെയാണ് ആൾക്കാർ വണ്ടിയിൽ പോകുമ്പോൾ പൈസ എങ്ങനെ കൊടുക്കും, എന്തിനാ എനിക്കറിയില്ല. എന്താപ്പോൾ ആ വണ്ടിക്കാരെ കൊടുത്തു. ഇവിടെ 2 ആൾ 2 സൈഡിൽ അങ്ങനെ ഉണ്ടാവും. പൈസ എറിഞ്ഞാൽ എടുത്ത് ബക്കറ്റിൽ ഇടുക. 2 ആൾ അതിനുണ്ടാവും എപ്പോഴും ആ പള്ളിയിൽ. അവിടെ നമ്മൾ കൊടുക്കുകയല്ലേ, നമുക്കതിൻ്റെ ആവശ്യമില്ല. ക്ലൈമറ്റ് വെറുതെ നല്ല കോടണ്ട് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ അടിവാരത്തേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. അടിവാരത്തി നേരെ ക്ലൈമറ്റൊക്കെ കണ്ടിട്ട് നല്ല കോടണ്ട് തോന്നുന്നുണ്ട്. ബ്ലോക്കും പോയേക്കാം. അങ്ങനെ നമ്മൾ ചുരം കയറൽ തുടങ്ങി. അങ്ങനെ 1ാമത്തെ ചുരം നമ്മൾ കയറാൻ പോവാണ്. 1ാമത്തെ വളവ്. കയറി ഇങ്ങനത്തെ 9 വളവ്. അങ്ങനെ നമ്മൾ ചുരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. താമരശ്ശേരി ചുരം. അജ്മി.
സമയം 6 മണി ആവണുള്ളൂ. പക്ഷേ നല്ല ഇരുട്ടായി. വാട്ടർ ക്ലൈമറ്റ്. നല്ല കോട മേലെ ഉണ്ടാവും, കുറച്ചുകൂടി മേലെ കയറിയാൽ നല്ല കോട ഉണ്ടാവും ചാൻസ് ഉണ്ട്. ഫുള്ളായില്ല, ഇതിലേറെ ആവലുണ്ട്. ആ ഒരു ഏരിയ മേലെ ഉണ്ടോ ഫുൾ കോട. ഹെഡ്ലൈറ്റൊക്കെ വേണം, പക്ഷെ ഒന്നും കാണൂല മുന്നേക്ക്. കുറച്ചുകൂടി കോടായാൽ ഫോഗ് ലാമ്പ് ഇല്ലാതെ കാണുന്നില്ല. നമ്മുടെ അടുത്ത് ഫോഗ് ലാമ്പൊന്നുമില്ല. കേട്ടോ, ക്യാമറയിൽ കൂടെ കാണാമെന്നറിയില്ല. ഓ, റോഡ് തന്നെ കാണില്ല. അടുത്തെത്തുമ്പോഴേ കാണുന്നുള്ളൂ റോഡൊക്കെ. റോഡ് എവിടെ? ഞാൻ വിചാരിച്ചു ഫോഗ് ലാമ്പ് ഇല്ലെങ്കിൽ ഇങ്ങോട്ട് മഴക്കാലത്ത് വരാനേ നടക്കില്ല. ഇതിപ്പോൾ മേലെത്തി. ഫോഗ് ലാമ്പ് ഉണ്ടായിട്ടും ലോറിക്കൊന്നും കാണില്ല. പക്ഷെ ഫോഗ് ലാമ്പ് മസ്റ്റാണ്. അടുത്ത ട്രിപ്പ് വരുമ്പോഴത്തേനും അത് സെറ്റാക്കണം. ഒന്നും ഉള്ളതൊക്കെ വൈപ്പർ ഇട്ടിട്ടും കാണില്ല. മഴയില്ല ശരിക്കും, പക്ഷെ കോടയാണ്. ഓ, ഒന്നും കാണില്ല. ഒന്നും കാണില്ല. അടുത്തെത്തുമ്പോൾ കാണാൻ നേരത്തിൽ കാണാം. അതാണ്ട് പോരുമ്പം തന്നെ ഇങ്ങനെയാണെങ്കിൽ പോരുമ്പോൾ ഇപ്പോൾ സമയം 5:45 അപ്പോൾ തന്നെ ഇങ്ങനെ കോടാം. ഇത് മറ്റു ടോപ്പിലെത്താനായി. അങ്ങനെ മറ്റു ടോപ്പിലെത്തി. വയനാട് താമരശ്ശേരി കഴിഞ്ഞ് വയനാട് ഞാൻ പോവാം. ഈ 8:10 മണ്ണിടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും പറയാനില്ല. കിട്ടില്ല പോടാം. ഇവിടെ മണ്ണിടിച്ചിട്ടുണ്ടായിരുന്നു. നേരെയാണ്. ഹൈറേഞ്ച് പോകുന്ന പ്രോഗ്രാം എടുക്കണം. ഇപ്പം നമുക്ക് സ്ഥിരമല്ല, അങ്ങനെ ഉള്ള സംഭവം സ്ഥിരം പോകണമെന്നുണ്ടാവും. പക്ഷെ എന്നാലും മഴക്കാലത്ത് വെക്കണം നല്ലതാണ്. വെൽക്കം ടു വയനാട്. കാണില്ല, വയനാട് കയറി കഴിഞ്ഞാൽ പോകണം. ഇതാണിപ്പോൾ വയനാടിൻ്റെ സ്ഥിതി. ഇന്ന് 9-ാം തീയതിയാണ്. വൈകുന്നേരം 5:45. ഇങ്ങനെയാണ് കിടക്കുന്നത് വയനാട്. അമ്മാതിരി കോട. കയറി കഴിഞ്ഞാലെങ്കിലും കോടൊക്കെ ഒരു കുറവുണ്ടാവും വിചാരിച്ചു. എവിടെ ഒന്നും കാണില്ല. അടുത്തെത്തുമ്പോൾ മാത്രമേ കാണുന്നത്. വൈപ്പറിട്ടാൽ പോകണമെന്ന് രക്ഷയില്ല. എമ്മാതിരി കോട. അങ്ങനെ നമ്മളിങ്ങനെ പോകുന്നുണ്ട്. എന്നൂരൊക്കെ കഴിഞ്ഞ് നേരെ ഇങ്ങനെ പോവാണ്. കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, പൂക്കോട്ട് ലൈക്ക് കോട കണ്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെ നമ്മൾ പഴയ വൈത്തിരി എത്തി. ഇങ്ങനെ പോയോണ്ട് കാണും. അങ്ങനെ നമുക്ക് ഇനി ഇവിടുന്ന് 27 കിലോമീറ്റർ 57 മിനിറ്റ് പോകാനുണ്ട്. വൈത്തിരി എത്തിയപ്പോൾ വൈത്തിരി
ബൈപ്പാസ് കയറി കൽപ്പറ്റ ബൈപ്പാസ് കയറി ബൈപ്പാസ് നല്ല ബ്ലോക്കാണ്. അങ്ങനെ ഇത് 14 കിലോമീറ്റർ കൂടി പനമരത്തേക്ക് അതിൻ്റെ നല്ല ബ്ലോക്ക്. അങ്ങനെ അതങ്ങനെ പോകുന്നു. 6 സമയം 7 മുതൽ അടുത്ത് പറഞ്ഞാൽ പനമരത്തിലെ അങ്ങനെ ഇപ്പോൾ ഇവിടെ ലോഡൊക്കെ ഉണ്ട്, സൈറ്റിൽ എത്തിയിട്ടുണ്ട്. അവിടുന്ന് ഒരു 4 മണിക്ക് പോകുന്ന നാട്ടിൽ നിന്ന് ഇപ്പം 7 മണിയായി. അപ്പോൾ അങ്ങനെ ഇറക്കിയിട്ട് തിരിച്ച് പോകുമ്പോൾ കാണാം. അങ്ങനെ നമ്മൾ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞ് ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് സമയം 9:15. നമ്മൾ നേരെ നാട്ടിലേക്ക് 12 മണിക്ക് എത്തുമെന്നാണ് പറഞ്ഞത്. 2.5 മണിക്കൂർ. ചുരമെല്ലാം ബ്ലോക്ക് ഉണ്ടാവും. നല്ല മഴയാണ്, ഇടിക്കൂട്ടുണ്ട്. അപ്പോൾ നല്ല മഞ്ഞുണ്ടാവും ചുരത്തിന്. അപ്പം മെല്ലെ ഇങ്ങനെ അങ്ങനെ നമ്മൾ ലോഡൊക്കെ ഇറക്കി ഇങ്ങനെ തിരിച്ചു പോരണം. കൽപ്പറ്റ ബൈപ്പാസ് കൂടെ ഇങ്ങനെ പോരാണ്. നമ്മൾ കൽപ്പറ്റ എത്തി. കൽപ്പറ്റ നമ്മളിപ്പോൾ വൈത്തിരി ലക്കിടി ചുരം ഇറങ്ങുക. താമരശ്ശേരി, ഓമശ്ശേരി, മുക്കം, അരീക്കോട്. 11:47 12 ആവുന്നതാണ് ഗൂഗിൾ മാപ്പ് കാണിക്കണം. നോക്കിയോട്ടെ. അങ്ങനെ താങ്ക് യു വയനാട് ചുരം ഇറങ്ങുകയാണ്. നമ്മളങ്ങനെ ചുരം ഇറങ്ങുകയാണ്. ഗിയറിലാണ് ഇറങ്ങണത്. ബ്രേക്കുമേ കാൽ തൊടാതെ മെല്ലെ ഇങ്ങനെ ഇറക്കുകയാണ്. ചുരം ബ്ലോക്ക് തുടങ്ങി. എന്തോ ഒരു എമർജൻസി വരുന്നുണ്ട്. അടിയിൽ നിന്ന് മേലേക്കാണോ? മേലെന്ന് അടിക്കാണ് സാധാരണ ഉണ്ടാവല്. അടിയിൽ നിന്ന് മേലേക്ക് എന്താ ഇപ്പോൾ ബ്ലോക്ക്. തുരങ്കപാത വന്നാൽ കുറച്ചുകൂടി ഇതാവും. തുരങ്കപാത വരട്ടെ. വീണ്ടും ബ്ലോക്ക്. നീണ്ട ബാക്കിലോട്ടും ഫ്രണ്ടിലാട്ടും. വണ്ടി പോകുന്നുണ്ടോ? എല്ലാവരും ശ്രദ്ധിച്ചാൽ പോകുന്നുണ്ട്. നമ്മൾ അടിവാരം എത്തിയിട്ടുണ്ട്. അടിവാരം ചോറ ചെറിയ ബ്ലോക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് വേഗം തീർന്ന് ഇങ്ങനെ പോകുന്ന അടിവാരം. അങ്ങനെ താമരശ്ശേരി എത്തി. ചുങ്കം നേരെ റൈറ്റ് ലെഫ്റ്റ് പിടിച്ച് നേരെ താമരശ്ശേരി അടുത്ത സ്റ്റോപ്പ് മുഖം